ഇപ്പോൾ നമ്മളുള്ളത് മടമ്പത്താണ്. ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ് മടമ്പം. എന്തായാലും ഈ മടമ്പത്തിൻ്റെ ഏറ്റവും മനോഹാരിത ഇവിടുത്തെ ഡാമും ഇവിടുത്തെ സ്കൂളും പുഴയൊക്കെയാണ്. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ അതിമനോഹരമാണ്. ആളുകളൊക്കെ കുറഞ്ഞ ഒരു സ്ഥലമാണ് ഈ മടമ്പം. ആ മടമ്പത്ത് ആ പുഴയുടെ ഒരു സൈഡിലായിട്ടാണ് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ രീതിയിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് പുഴയാണ്. ഈ പുഴയുടെ ഈ സൈഡിലായിട്ടാണ് വളരെ അധികം മാലിന്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റുകളും ഒരുപാട് സാധനങ്ങളാണ് ഇവിടെ നിക്ഷേപിച്ചിട്ട് കാണുന്നത്. ഇതിൻ്റെ മുന്നിൽ തന്നെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ആ രീതിയിൽ ആളുകൾ അത് ശ്രദ്ധിക്കാതെ ഇവിടെ നിക്ഷേപിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ഇരിക്കൂർ മടമ്പം പുഴയോരം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ അവസ്ഥയാണ്. പ്രകൃതി ഭംഗി തുളുമ്പുന്ന മടമ്പം പുഴയോരം ഇപ്പോൾ സാമൂഹ്യവിരുദ്ധരുടെ പ്രധാന മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി. ഭക്ഷണാവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, മദ്യക്കുപ്പികൾ തുടങ്ങിയവ ഈ പുഴയോരത്ത് അടിഞ്ഞുകൂടിയ നിലയിൽ കാണപ്പെടുന്നു. രൂക്ഷമായ ദുർഗന്ധവും അനുഭവപ്പെടാറുണ്ട്. മഴക്കാലം തൊട്ടരികിലെത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മാലിന്യങ്ങളെല്ലാം മഴ പെയ്താൽ പുഴയിലേക്ക് ഒഴുകിയിറങ്ങാനും സാധ്യത ഏറെയാണ്. ഡെങ്കിപ്പനിയും എലിപ്പനിയും അടക്കമുള്ള മാരകമായ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനും ഇവ കാരണമാകും. തൊട്ടടുത്തായി സ്കൂളും സ്ഥിതി ചെയ്യുന്നു. വിദ്യാർത്ഥികൾക്കുൾപ്പെടെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ പിടിപെടാനും സാഹചര്യം ഒരുങ്ങുകയാണ്. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പ്രദേശത്ത് CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും രാത്രികാല പരിശോധന കർശനമാക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് മാലിന്യങ്ങളാണ് ഈ സൈഡിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. പലതരത്തിലുള്ള മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. ശ്രീകണ്ഠാപുരം നഗരസഭയിലാണ് ഈ മടമ്പം പെടുന്നത്. നമുക്ക് ശ്രീകണ്ഠാപുരം ഒരു ബോർഡ് വരെ വെച്ചിട്ടുണ്ട്. എൻ്റെ പുഴ എൻ്റെ ഉത്തരവാദിത്വം എന്ന രീതിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന രീതിയിലൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആളുകൾ ശ്രദ്ധിക്കാതെ ഈ രീതിയിലുള്ള മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് നിക്ഷേപിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഇവരെ ബാധിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അബ്ദുൽ ബ്ലാത്തൂർ, ഏജനറ്റ്.